തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിൽ സർജന്റിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഭവം അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, വിവരങ്ങൾ എപ്പോഴായിരുന്നു ഈ മർദ്ദനം? സുഹൈൽ, കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചികിത്സയ്ക്കെത്തിയ രോഗിയെ മർദ്ദിച്ചത്. ഈ രോഗിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മർദ്ദനമേറ്റയാൾ പരാതി നൽകുകയും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ഈ അന്വേഷണ റിപ്പോർട്ട് ഈ ആരോഗ്യമന്ത്രിക്ക് ഇന്ന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിലെ സർജന്റിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തുടർ നടപടി സ്വീകരിക്കാനും വിശദമായ അന്വേഷണം നടത്താനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അവിടെ ചികിത്സയ്ക്കെത്തിയ രോഗിയുടെ കരണത്തടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ രോഗിയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വലിയ വിവാദമാവുകയും പിന്നീട് പരാതിയായി മന്ത്രിയുടെ അടുത്ത് എത്തുകയും ചെയ്തത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സുഹൈൽ, ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. വയ്യാതെ വരുന്ന രോഗിക്ക് വീണ്ടും പ്രഹരം.